വടകരയിലെ ജനങ്ങൾ പാർലമെൻറ്റിൽ എനിക്കൊരവസരം തരുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. കാരണം ഞാൻ കുറേ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ കൂടെയുണ്ട്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു. എൻ്റെ ആ വകുപ്പുകൾക്കകത്ത് കഴിവിൻ്റെ പരമാവധി ഇടപെട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഇടപെട്ടിട്ടുണ്ട്. എന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ആളുകൾ കാണുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, ടീച്ചർ ഞങ്ങൾക്ക് ആ ദിവസങ്ങൾ മറക്കാൻ പറ്റില്ല. ടീച്ചറിൻ്റെ വാക്കുകളായിരുന്നു ആശ്വാസം. കാരണം ഞാനായിരുന്നു പറയേണ്ടിയിരുന്നത്. അന്ന് ആരോഗ്യമന്ത്രി ഞാനാണ്. അപ്പോൾ എന്താണ് അവർ ചില അമ്മമാരൊക്കെ പറയും, ഞങ്ങൾ നോക്കുമ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് അസ്വസ്ഥതയുണ്ടോ എന്നാണ് നോക്കുക. ഇത് കൂടുതൽ ഇത് പടരുമോ, ആൾ മരിച്ചു പോകുമോ നോക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വാർത്ത കാണുമ്പോൾ ടീച്ചറിൻ്റെ മുഖം അസ്വസ്ഥമാണോ, അല്ല ടീച്ചർ ചിരിക്കുന്നുണ്ട് അല്ലേ, ഒരു ചെറിയ ചിരിയോടെയാണ് പറയുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് സമാധാനമാണ്. ടീച്ചറിൻ്റെ മുഖത്ത് ആ ചിരിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ്. എന്താ കാരണം? അതിന് ഒളിച്ചോടി പോവുമല്ല, കൂടെ നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ഒരു പ്രവർത്തനം പാർലമെൻറ്റ് മെമ്പറായാലും ജനങ്ങളുടെ കൂടെ നിന്ന് ഞാൻ നടത്തും. അത് ഉറപ്പുള്ള ജനങ്ങൾ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പാർലമെൻറ്റിൽ എനിക്ക് ഒരവസരം തരും, വോട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ വടകരയിൽ ജയിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു സ്ത്രീ ശബ്ദം കേട്ടില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 3 പേരും UDF ആളുകളാണ്. 6 പേർക്കെതിരെ കേസെടുത്തതും UDF നേതാക്കന്മാരും അവരുടെ പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ തന്നെയാണ്. UDF തള്ളി പറയുമ്പോഴും ഇത് ശരിയല്ല എന്ന് കൃത്യമായൊരു പറയൽ നടത്തുന്നുണ്ടോ? അതൊക്കെ സാനിയോ ജനം കാണട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ. ജനം TV ഉണ്ടല്ലേ, ആയിക്കോട്ടെ, ഞാൻ TV കാണട്ടെ. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാനത് സഹികെട്ടിട്ട് പറഞ്ഞു പോയതാണ്. ഞാനത് നെഗ്ലക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ആദ്യം അവഗണിച്ചേക്കാം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ സഹിക്കാവുന്നതിനൊരു പരിമിതിയില്ലേ കൂട്ടരെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മാതൃഭൂമി ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ, ഉണ്ട്. അവരുടെ ഓൺലൈൻ പേജ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു അഭിപ്രായം കൊടുത്തിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ മാതൃഭൂമിക്കാരെ വിളിച്ചു. അല്ല, ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളോടിങ്ങനെ. അപ്പോൾ പറഞ്ഞു, ടീച്ചറെ ഞങ്ങളുടെ പേജല്ല, അത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നിഷേധിക്കണ്ടേ? ഓ, ഞങ്ങളിപ്പോൾ തന്നെ നിഷേധിച്ചു. അവർ നിഷേധിച്ചു കൊണ്ടിറക്കിയില്ലേ. റിപ്പോർട്ടർ ചാനൽ ഇവിടെ ഉണ്ടാവുമല്ലോ. ഡോക്ടർ അരുൺകുമാറും ഞാനും കൂടി നടത്തിയൊരു ചർച്ച. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞതിൻ്റെ പൂർണ്ണമായിട്ടും വിരുദ്ധമായിട്ട് കേട്ടോ ഒരു പ്രത്യേക മതവിഭാഗക്കാരെല്ലാം വർഗീയവാദികളാണ്. അവർ വർഗീയവാദികളാ എന്നാ ഞാൻ ചോദിച്ചത് അല്ലേ? അടച്ചു പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരാകെ മോശമെന്ന്? എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇത്ര വൃത്തിയായിട്ട് ഒരു പ്രവർത്തനം നടത്താവോ? അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ്. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാണ്. ആരാ ഈ മനോരോഗികൾ? നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ആദ്യം അവഗണിച്ചെങ്കിലും പിന്നെ ഇത്തിരി സീരിയസ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയ ആചാര്യൻ്റെ ലെറ്റർ പാഡ്, ആ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിക്കണം, കേട്ടില്ലേ? അദ്ദേഹം പറയുമോ? ആരെക്കൊണ്ട്? എന്നെക്കുറിച്ച് പോട്ടെ, മറ്റേവരെ കൊണ്ട് പറയുമോ? എതിരാളികളെ കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുമോ? എന്നെ കൊണ്ട് പറയുമോ? അവർക്കൊക്കെ ഒരു ഡിഗ്നിറ്റി ഇല്ലേ? അവരെല്ലാം വിശ്വസിക്കുന്ന ഒരുപാട് അനുയായികളില്ലേ? അപ്പോൾ ഈ ലെറ്റർ ഞാൻ അവിടെ വിളിച്ച ഉടനെ നമുക്കെന്താ നിവൃത്തി? വിളിച്ചന്വേഷിക്കാന്നല്ലാതെ ഞാൻ പറഞ്ഞു, അയ്യോ എന്താ ഇങ്ങനെ എന്നെ കൊണ്ട് പറഞ്ഞത്, ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങളറിയേയില്ല, ഞങ്ങളത് കണ്ടു, ഞങ്ങളിപ്പോൾ തന്നെ അവർ നിഷേധക്കുറിപ്പ് ഇറക്കി, കേട്ടില്ലേ? എത്രത്തോളം ഇപ്പോൾ എന്താ ഏർപ്പാടെന്ന് വെച്ചാൽ ചില പേരുകൾ, ആ പേര് വ്യാജമായിട്ട് ചിലപ്പോൾ മുസ്ലിം പേരായിരിക്കും, കേട്ടത്. ഞാൻ ഇന്നറിഞ്ഞൊരു വിഷയമാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം പേരിൽ ഒരു വ്യാജ ID ക്രിയേറ്റ് ചെയ്ത് 2 തെറിവിളിയും നടത്തിയിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക, കേട്ടോ, ആ ID കളയുക. അപ്പോൾ വിചാരിക്കുമല്ലോ നമ്മൾ ഇത് മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ചീത്ത വിളിക്കുന്നവരില്ലല്ലോ. ആണോ എന്ന് ചോദിച്ചാൽ ആ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്താളി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അത് കൃത്രിമ പേര് ക്രിയേറ്റ്, ഒരു സംഘമുണ്ട് അതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്, കേട്ടില്ലേ? ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പിടിച്ചാളിന്നാളൊന്നും ഞാനിപ്പോൾ ഇവരെല്ലാം കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഈ പൊതുജന സമൂഹം അറിയണം. ഇമ്മാതിരി കുടുംബ സദസ്സിലാണ് പോകുന്നത്. കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചു കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് കണ്ടപ്പോൾ. ടീച്ചർക്കെതിരെ ഇങ്ങനെയൊക്കെ അവർ എന്നെ സ്നേഹിക്കുന്നവരെല്ലാ കൂട്ടത്തിലും ഉണ്ടെന്ന് നിങ്ങൾ കരുതിക്കോ. അവർ വോട്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അവർ എന്നോട് സ്നേഹമുള്ളവരെല്ലാ വിഭാഗത്തിലും ഉണ്ട്.
അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഈ ഗ്രൂപ്പിലെല്ലാം പോകുന്നുണ്ട് വസ്തുത. ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുകയാണ്. ഞാൻ അങ്ങനെയെല്ലാം നിങ്ങൾക്കറിയാലോ, അത് ഞങ്ങൾക്കെല്ലാം അറിയാം, മതി, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരോട് വോട്ട് പോലും ചോദിച്ചിട്ടില്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് സ്ത്രീകളടങ്ങി സദസ്സിലേക്കടക്കം ഇങ്ങനെ വിട്ടാൽ മുമ്പൊക്കെ ചിലപ്പോൾ ചിലതെല്ലാം ഫലിച്ചിട്ടുണ്ടാവണം, അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അതൊന്ന് മനസ്സിലാക്കണമല്ലോ ജനങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രസ് മീറ്റ് നടത്തിയിട്ടാ ഇങ്ങനെ, അല്ലാണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ, അത് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ജനങ്ങൾ അതിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എത്ര നുണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നിങ്ങളുടെ ഒരു നുണയും എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ നുണ ഉൽപ്പാദിപ്പിച്ചുള്ളൂ ഇഷ്ടം പോലെ, പക്ഷേ അത് എടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ ആ ചർച്ച വിട്ടു. ഇനി ജനങ്ങൾ അത് തീരുമാനിക്കട്ടെ. ഞാൻ അതായത് എനിക്ക് ലേശം ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൊണ്ടയിടറി നിന്ന് രാവിലെ നിങ്ങൾ കണ്ടില്ലേ പത്രസമ്മേളനം തുടങ്ങുമ്പോൾ എനിക്ക് ഈ ഡസ്റ്റ്, അത് പ്രത്യേകിച്ചിട്ട് ഈ മറ്റേ പടക്കത്തിൻ്റെ പൊടിയുണ്ടല്ലോ, എല്ലാവരുടെയും പൂത്തിരി കത്തിക്കുക സ്വീകരിക്കാൻ, അപ്പോൾ അതിൻ്റെ പൊടി തട്ടുമ്പോൾ ചെറിയൊരു അലർജിക്കാവും, തൊണ്ട ഇതായി പോകും. അങ്ങനെയല്ലാതെ ഇതിൻ്റെ മുമ്പിലൊന്നും വന്നാൽ പിന്നെ ഞാൻ ഈ സന്നിഗ്ധ ഘട്ടങ്ങൾ നിപ്പ വൈറസ് വന്നിട്ട് ഞാൻ പതറിയിട്ടില്ല. എന്നിട്ടല്ലേ ഇവരുടെ ഈ വൈറസ് കേട്ടോ, അതൊന്നും പതരുതല്ല. പക്ഷേ ഞാൻ ലേശം എനിക്കൊരു ദേഷ്യമുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഇങ്ങനെ ഇത്രയും തരംതാണ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കെതിരെ നിൽക്കുമ്പം അത് എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ടവർ തടസ്സപ്പെടുത്താത്തത്? അപ്പോൾ ചിലർ ചോദിച്ചു അത് ആരാ, ഞങ്ങളറിയില്ല. നിങ്ങളറിയില്ലെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനല്ലേ ആ പേജിൽ വരുന്ന മറ്റു മുഴുവൻ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന പേജല്ലേ, നിങ്ങൾ അന്വേഷിക്കണ്ടേ ആരാന്നുള്ളത്. അപ്പോൾ അതത്രയേ ഉള്ളൂ, അതൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാതെ ഞാനാകെ ഇത് കണ്ടപ്പോൾ ആകെ ക്ഷീണമായിപ്പോയി എന്നൊന്നും നിങ്ങൾ കരുതണ്ട, അങ്ങനെ ഒരു ക്ഷീണവും ഇല്ല. പോലീസിൻ്റെ പറഞ്ഞില്ല. അതായത് പിന്നെ ഇത്തരം സൈബർ ആക്രമണങ്ങൾ അന്വേഷിക്കാൻ പോലീസിനൊരു രീതിയുണ്ട്. പിന്നെ ഇപ്പം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ് ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗവും വരുന്നത്. അതുകൊണ്ടും പിന്നോട്ടൊന്നും പോയിട്ടില്ല. കുറച്ച് ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എല്ലാവരെയും കണ്ടുപിടിക്കും. അല്ല, നമ്മൾ പരാതി കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ട, ഒരേ തരത്തിലുള്ളതാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരാതിയുമ്പോൾ തന്നെ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ.